ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ ഒരു പെഡിക്യൂറാണ് കേട്ടോ നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഞാൻ എൻ്റെ നെയിൽ പോളിഷൊക്കെ ഒന്ന് നല്ലോണം റിമൂവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ചെയ്യായിരിക്കും കുറച്ചുകൂടെ വൃത്തിയെന്ന് തോന്നുന്നു. ഫ്രണ്ടിൽ നല്ലോണം അടയാളമൊക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ കാലിൽ മുറിവിൻ്റെ ആയിട്ടും ഓരോ അടയാളങ്ങൾ വന്നിട്ടുണ്ട്. ഒരു ബക്കറ്റിലേക്ക് ഞാൻ കുറച്ച് പച്ചവെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി കുറച്ച് ചൂടുള്ള വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇനി ആ വെള്ളത്തിലേക്ക് നമ്മുടെ ഷാമ്പു ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാനിവിടെ ക്ലിനിക് പ്ലസിൻ്റെ ഷാമ്പു ആണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ 1 രൂപയുടെ ഷാമ്പു ഇല്ലേ, അതാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കല്ലുപ്പ് ഇടുന്നുണ്ട് കേട്ടോ. ഉപ്പ് ഏതിട്ടാലും കുഴപ്പമില്ല, പക്ഷേ കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാവുക എന്തായാലും കല്ലുപ്പാണെന്ന് നമ്മളെല്ലാവരും പറയാറില്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കല്ലുപ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി പൊടിപ്പ് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളവർ പൊടിപ്പിട്ടാലും കുഴപ്പമില്ല കേട്ടോ. ഞാൻ ഒരുപാട് കല്ലുപ്പ് ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ചെറുനാരങ്ങ നീര് ഒഴിക്കുന്നുണ്ട്. ഞാൻ ഒരു ഹാഫ് എടുക്കുന്നുള്ളൂ, അത് മതിയാവും എന്തായാലും. അതിൻ്റെ നീര് കംപ്ലീറ്റ് ആയിട്ട് ഒഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ നല്ല കാല് വിണ്ടിരിക്കുന്നവരൊക്കെ ഉണ്ടാവില്ല, കാലിന് കൂടുതൽ അസുഖങ്ങളുള്ളവർ, മുറിവുള്ളവർ, അങ്ങനത്തെവരൊക്കെ യൂസ് ചെയ്യാതിരിക്കാവും നല്ലത്. നമ്മുടെ നോർമലി കാലിന് വലിയ കുഴപ്പമില്ലാത്തവർ യൂസ് ചെയ്യുമ്പോൾ വലിയ തരക്കേടുണ്ടാവില്ല. പക്ഷേ ഈ കാലിന് പൊട്ടലും മുറിവ് കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് യൂസ് ചെയ്യുമ്പോൾ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. വെറുതെ റിസ്ക് എടുക്കേണ്ടെന്ന് വിചാരിച്ച് പറഞ്ഞതാണ്. ഇനി അതിലേക്ക് ഒരു ഹാഫ് ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇടുന്നുണ്ട് കേട്ടോ. ബേക്കിംഗ് സോഡ അലർജിക്കായിട്ടുള്ളവർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മുടെ ചെറുനാരങ്ങയും ഷാമ്പുവും ഈ ചൂടുവെള്ളം മാത്രം മതിയായിരിക്കും കേട്ടോ. എന്തായാലും ഞാനിതിലേക്ക് എൻ്റെ കാല് ഇറക്കി വയ്ക്കുന്നുണ്ട്. ചൂടുണ്ടോ ഇല്ലെന്ന് നമുക്ക് ഇറക്കുമ്പോൾ അറിയാം. ചൂടൊക്കെ ഏകദേശം അറിയിട്ടുണ്ട്. ചെറിയ ചൂടൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും കാല് അതിലേക്ക് വയ്ക്കുന്നുണ്ട്. ഞാൻ നെയിൽ ഇന്നാണ് കട്ട് ചെയ്തത്. അപ്പോൾ കുറച്ച് കയറി കട്ട് ചെയ്ത കാരണം അത്യാവശ്യം നീറ്റലുണ്ട് കേട്ടോ. എന്തായാലും സാറില്ല, നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ എന്ന് വിചാരിച്ച് നമുക്ക് സമാധാനിക്കാം. അത്യാവശ്യം ചൂടൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഈ ഷാമ്പു ഇട്ടിട്ട് ഇറക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും കാല ഇറക്കി വെക്കാനല്ലേ, കാല് കൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ ഷാമ്പു ഒക്കെ ഏകദേശം കളയായി വരും. നല്ല രസമുണ്ട് അങ്ങനെ കളിക്കാൻ. അതൊക്കെ വരുന്നുണ്ട്. ഇപ്പം നമ്മളിങ്ങനെ കൈയിട്ട് ഇടക്കാക്കുന്നത്. ചൂടൊക്കെ നോർമൽ ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി കുറച്ച് നേരം നമുക്കൊരു 15 മിനിറ്റോളം ഇതുപോലെ കാലിട്ടിരിക്കാം കേട്ടോ. ഇത് മാസത്തിൽ ഒരു തവണയൊക്കെ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും കേട്ടോ. നമ്മുടെ കാലിന് ഡെഡ് സെൽസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ട് നല്ലതാണേ. കാലിൽ ചെറിയ രീതിയിൽ നമ്മുടെ മീനൊക്കെ വന്ന് കുത്തില്ലേ, അതുപോലെ ഉണ്ട് കേട്ടോ. നമ്മൾ ബേക്കിംഗ് സോഡയും പിന്നെ നാരങ്ങയും ഒക്കെ അല്ലേ ഇട്ടിട്ടുള്ള ഉപ്പുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ആയിരിക്കും. പിന്നെ നല്ലൊരു സുഖമുണ്ട് കേട്ടോ കാല് വെള്ളത്തിൽ ഇതുപോലെ ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട്. കാലിട്ട് ഇളക്കി ഏകദേശം പദം നോക്കിയേ ഞാൻ ഇത്രയും പൊന്തിച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഈ പരിപാടി നോക്കിയിട്ട് ഇവിടെ ബാക്കിൽ 2 ആൾക്കാർ ഇരിക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഇന്ന് നല്ല ജലദോഷമുണ്ട്. അതുകൊണ്ട് സംസാരിക്കാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടേ. ഏരോഷ് നമ്മൾ കാല് വെള്ളത്തിൽ നിന്ന് എടുക്കുക കേട്ടോ. നല്ല രസമുണ്ടല്ലേ കാണാൻ. ഏതൊരു ഫിലിമിലെ സലീം കുമാർ, നമ്മുടെ കല്യാണരാമനിലെ സലീം കുമാർ കിടക്കുന്ന പോലെ. അങ്ങനെ ഞാൻ കാലിലെ പതൊക്കെ ഏകദേശം നീക്കി ഈ ബ്രഷുണ്ട്, നമ്മുടെ കാല് ഉരത്തുന്ന ബ്രഷില്ലേ, അതൊക്കെ നല്ലോണം ഉരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ ഈ ചെറിയ വിരലിൻ്റെ നാക്കമില്ലേ, കളറ് ഓൾറെഡി അങ്ങനെ തന്നെയാണ് കേട്ടോ. ഒരു ബ്ലാക്ക് കളറാണേ. ഈ ചെറുതിൽ തന്നെ ഏകദേശം അങ്ങനെ തന്നെയാണ്. കാലുകൾക്കും കുളത്തിലേക്ക് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. എന്തായാലും സോപ്പും പതയൊക്കെ നല്ലോണം പോയി കിട്ടിക്കോളും. അത്യാവശ്യം നല്ലോണം വഴുക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ ഇന്നിവിടെ ഉരച്ച് കൊടുക്കാൻ പതൊക്കെ ഇനിയും ഉണ്ടാവും കേട്ടോ.
കാലൊന്നും കൂടി ഞാൻ ഉരയ്ക്കുന്നുണ്ട്. ഈ കണ്ടില്ലേ മീനൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഒരുപാട് മീനുകളുണ്ട് കേട്ടോ ഇതിൽ. വലിയ മീനും ചെറിയ മീനൊക്കെ ഉണ്ട്. ദേ അവിടെയൊക്കെ കണ്ടോ, ഒരു ചെറിയ മീനൊക്കെ ഉണ്ട്. എന്തായാലും ഇനി നമുക്ക് വീട്ടിലേക്ക് തന്നെ പോവാം കേട്ടോ. ഇനി കാല് നല്ലോണം ഞാൻ തുടയ്ക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പരിപാടി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി കാല് നല്ലോണം തുടച്ചു. അതിനുശേഷം ലോഷൻ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ കയ്യിൽ സെബാമേഡിൻ്റെ ലോഷനാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനെ കുറച്ച് തേച്ച് കൊടുക്കുന്നുണ്ട്. കാലിൻ്റെ അടയാളങ്ങളൊന്നും പോയില്ല കേട്ടോ. അതൊക്കെ അതേപോലെ തന്നെ ഉണ്ട്. അത്യാവശ്യം ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ സബ്സ്ക്രൈബേഴ്സ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.